ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ചേരി നെസ്റ്റൽ മൊബൈൽ ഷോപ്പിലാണ് ഞാനുള്ളത്. അപ്പോൾ നമ്മുടെ സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്ന ഷാനു ആണ് കേട്ടോ. ഇത് ഷാനുവിനെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ. രുദ്രൻ എന്നൊക്കെ സീത എന്ന് പറയുന്ന സീരിയലിലും അതുപോലെ ഒരുപാട് സീരിയലിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തിയാണ് കേട്ടോ, ഷാനവാസ് ഷാനു. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ. നമ്മളെ ജുനൈസ് എല്ലാവരും ഉണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവരുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഐസുവിനെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഷാനുവിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മൾ മൊബൈലും കാര്യങ്ങളും അതേപോലെ തന്നെ എല്ലാ മൊബൈലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോയിട്ട് കേട്ടോ വാങ്ങൽ. എന്നെ പഠിപ്പിച്ച മാഷും എൻ്റെ കാരണവന്മാരും ഒരുപാട് നല്ല പ്രാസംഗികരുമാണ് ഈ വേദിയിൽ എൻ്റെ പിന്നിലിരിക്കുന്നത്. ഞാൻ നാഷണൽ ടീമിനോട് പറഞ്ഞു, അയ്യോ ഞാനിതിന് അർഹനല്ല, അതിന് പറ്റിയ വലിയ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലാണെങ്കിലൊക്കെ നമ്മുടെ മലപ്പുറത്തിനെ കുറിച്ച് മഞ്ചേരിയെ കുറിച്ചൊക്കെ അഭിമാനപൂർവ്വം അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വല്ല ഗവൺമെൻറ് ജോബൊക്കെ ആയിട്ട് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെ വന്നിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് റിട്ടയർഡായിട്ട് അവർ അവിടെ നിന്ന് എന്നെ സ്വന്തം നാട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് എന്നെ പരിചയപ്പെടുമ്പോൾ ഞാനൊരു മഞ്ചേരിക്കാരനാണ്, ഞാനൊരു മലപ്പുറക്കാരനാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയ പറയാം. ഞങ്ങൾക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. എന്ത് സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളുടെ നാട്ടുകാരൻ ഞങ്ങളെ സ്വീകരിച്ചത്, ഞങ്ങളോട് പെരുമാറിയത്. സത്യമല്ലേ? സാധാരണ എന്താണ് പറയാ, മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയും. അതുപോലെ നമ്മൾ നല്ലതിനെ എപ്പോഴും കൈനീട്ടി സ്വീകരിച്ചവരാണ് നമ്മുടെ മലപ്പുറം ജില്ലക്കാര്, നമ്മുടെ മഞ്ചേരിക്കാര്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് കല എന്നൊരു ഇതിലോട്ട് വന്നപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ നാട്ടുകാരൊക്കെ, കാരണം ഞാൻ അവരുടെ കൂടെ വളർന്നതല്ലേ, ഞാൻ അവരുടെ ഇതിലൊന്നും പോയി എന്നെ അത്ര അങ്ങോട്ട് മൈൻഡ്യം ചെയ്യില്ല എന്നൊക്കെ. പക്ഷേ എനിക്കതെല്ലാം അനുഭവപ്പെട്ടത് കലാരംഗത്ത് എനിക്ക് പേരും പ്രശസ്തിയും നാലാൾ അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയപ്പോഴേക്ക് എൻ്റെ കയ്യിൽ ആദ്യത്തെ മൊമെൻ്റോ വെച്ച് തന്നത് ഈ മഞ്ചേരി കോവിലക്കൂട്ടിലെ ക്ലബ്ബാണ്, അവിടുത്തെ വായനശാലയാണ്. എന്നെ അംഗീകരിച്ചത് എൻ്റെ ഒത്തിരി അവാർഡുകൾ എൻ്റെ കയ്യിലോട്ട് കിട്ടി. ആദ്യത്തെ എൻ്റെ കയ്യിൽ എന്നെ അംഗീകരിച്ചത് എൻ്റെ നാട് തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട് ഈ മനാഫ് ഖാനെ പോലെ, ഈ ഖാനെ പോലെയുള്ള നല്ലവരെ നല്ല മനസ്സോടുകൂടി കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മനാഫ് ഖാനെ പോലൊരാളെ ആദരിക്കാനുള്ള ഒരു വേദിയിലൊരു ഉദ്ഘാടകനായി എനിക്ക് അവസരം തന്ന നമ്മുടെ നെക്സ്റ്റ് ടീമിനോടും അതുപോലെ തന്നെ മനാഫ് ഖാക്ക് ഈ സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ മനാഫ് ഖാനെ ആദരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചതിന് നെക്സ്റ്റ് ടീമിനോടും ഞാൻ നന്ദി പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ട് വലിയ കാര്യമാണ്. ഈ സമയത്ത് നമ്മളെ മനാഫ് ഖാക്ക് മാനസികമായിട്ടും അല്ലാതെയും നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എന്തായാലും കൂടുതലൊന്നും പ്രസംഗിച്ച് എനിക്ക് താല്പര്യം എനിക്ക് അറിയില്ല. ആക്ഷൻ കണ്ടെന്ന് പറയുമ്പോൾ അഭിനയിക്കാനേ അറിയുള്ളൂ. എന്തായാലും ഒരുപാട് പ്രസംഗിക്കാൻ ഇഷ്ടംപോലെ, നന്നായിട്ട് പ്രസംഗിക്കുന്ന ഇഷ്ടംപോലെ, എൻ്റെ മാഷ പോലെ, എൻ്റെ കാൽതാക്കാനെ പോലെ, എൻ്റെ നവീനെ പോലെ ഇഷ്ടംപോലെ ആൾക്കാരോട് ഉണ്ടാകുമ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല. ഈ ഒരു മഹനീയ കർത്തവ്യം, ഉദ്ഘാടനം എന്ന കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ മഞ്ചേരിയിലുള്ള ഈ നെസ്റ്റൽ മൊബൈൽ ഷോപ്പിനെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യമില്ലാന്ന് എനിക്ക് ശരിക്കും അറിയാം കേട്ടോ. ഇവിടെയുള്ള ഒരു കസ്റ്റമർ ചെന്നാൽ ഇവർക്ക് എങ്ങനെയാണ് പെരുമാറുക എല്ലാതും ഇവർക്ക് അറിയും കേട്ടോ. നല്ല മക്കളാണ് എല്ലാതും. അതേപോലെ തന്നെ ഒരു സാധനം എടുത്താൽ നമ്മളെ പറ്റിക്കൽസ് ഒന്നും അല്ല കേട്ടോ. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു എന്താ അപ്പോൾ
കടകൾ ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഓരോ ഒരു ഷോപ്പിലൊക്കെ. കാരണം 1, 2, 3 ഒന്നും അല്ല അവർക്ക് ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊരാളെ പറ്റിക്കൽസാക്കുകയാണെങ്കിൽ നമ്മളെ പഠിച്ചോനെ അവിടെ പറ്റിക്കൂല. പക്ഷേ ഇവരങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഈ കുട്ടികളെ ഏട്ടനും അഞ്ചന്മാരെന്നെ കൂടി ഉള്ള ഈ ഒരു ഇവരെ ഇപ്പോൾ മൊബൈൽ ഷോപ്പാണ്. നെസ്റ്റൽ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. മഞ്ചേരി കച്ചേരിപ്പടിക്കൊക്കെ പോവില്ല അവിടെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കഴിഞ്ഞേക്കാണ്. കസവ് കേന്ദ്രം എത്തുവാണ്ട് അതിന് നടുക്കായിട്ട് പിന്നെ ഇടത്തെ ഭാഗത്താണ് കേട്ടോ. അങ്ങോട്ട് കച്ചേരിപ്പടിക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് നമ്മൾ കച്ചേരിപ്പടിക്കൊക്കെ പോകുമ്പോൾ ഇടത്ത് സൈഡിൽ ഇത് കാണും കേട്ടോ. നല്ലൊരു ഷോറൂമാണ്. നല്ല എന്താ പറയുക, നല്ല ഓഫറും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മൊബൈലൊക്കെ നല്ല ക്വാളിറ്റിയിൽ നല്ല ഏത് ഐറ്റംസുകൾ വേണമെങ്കിലും നമുക്ക് അവിടുന്ന് വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ EMI ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അർജുനനെ രക്ഷിക്കാൻ നോക്കിയ നമ്മുടെ മനാഫക്ക ഉണ്ടല്ലോ, മനാഫക്കാനെ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യമില്ല എന്ന് എനിക്ക് ശരിക്കും അറിയാം കേട്ടോ. എന്നാൽ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, മനാഫ്ഖാനെ അവിടെ ആദരിക്കാൻ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഷാനവാസും പിന്നെ വേറെ ഏതൊക്കെ ഉസ്താദുമാർ, മാഷന്മാർ, മെമ്പർമാർ, അങ്ങനെ ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ റാബി നൗഷു അറിയുന്ന യൂട്യൂബ് ചാനലിലെ റാബി, ഓള ഹസ്ബൻഡും പിന്നെ ബുള്ളറ്റ് മാനു അവരൊക്കെ ക്ഷണിച്ചിരിക്കണം കേട്ടോ. ഇവർ ഒരുപാട് ആൾക്കാർ ക്ഷണിച്ചിന്. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പാട്ടിട്ടിക്കണ്. അപ്പോൾ എന്താണ്, പാട്ടിടുമ്പോൾ കോപ്പിറൈറ്റ് വരും. അപ്പോൾ കോപ്പിറൈറ്റ് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ മനാഫ്ക്ക വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു തിരക്കാണ് കേട്ടോ. മാഷാ അല്ലാഹ് നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഈ ഒരു മനാഫ്ക്ക. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് ശരിക്കും അറിയും. പിന്നെന്താ വെച്ചാൽ ഐസൂനൊക്കെ എടുത്ത് ഐസൂൻ്റെ പേരെന്താ ചോദിച്ച് എത്ര മക്കളാണ്, മോൻ എത്രയിലാണ് പഠിക്കുന്നത് അതിനോടും അതേപോലെ തന്നെ എന്നോട് അങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടോ. നല്ലൊരു പടച്ച റബ്ബേ നല്ലൊരു മനുഷ്യനാണ്. നമുക്കറിയാം നല്ല മനുഷ്യനാണ് എന്നുള്ളതും എല്ലാവരേറ്റും നല്ല പെരുമാറ്റമാണ് ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഇതിനെ അങ്ങോട്ട് എങ്ങനെ പറയാം, ഒറിജിനൽ വീഡിയോയിൽ നിന്നല്ലാതെ ജീവനോടുക്കനെ കാണാൻ അറിയില്ലേ. അങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ പടച്ചോനെ നല്ലൊരു സ്വഭാവട്ടം, ഒരു അഹങ്കാരമില്ലാത്ത നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് കേട്ടോ ഈ ഒരു മനാഫ്ക്ക. അപ്പോൾ മനാഫ്ക്ക അവിടെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളോട് സംസാരിച്ചു കേട്ടോ. ഞാനും റാബിൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യം ഞങ്ങളൊക്കെ നല്ല സംസാരിച്ചു കേട്ടോ. പഠിച്ചോനെ എന്താ പറയുക, നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഇനിയും ഇയാൾക്ക് ഇതുപോലെ നല്ല നല്ല ഈ ഒരു ദുനിയാവും തന്നെ എല്ലാവരും സഹായിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടായ പോലെ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല മനസ്സുകളും നല്ലൊരു മനുഷ്യനെ അറിയപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. നല്ലൊരു മനുഷ്യനാട്ടോ. ഒരു നിഷ്കളങ്കമായ മുഖമാണ് അതിൻ്റെ. അതേപോലെ തന്നെയാണ് അതിൻ്റെ സ്വഭാവം. നല്ലൊരു നിഷ്കളങ്കരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും സംസാരിച്ച് ഫോട്ടോസ് എടുത്ത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. നമസ്കാരം. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ദിവസം മനുഷ്യനെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ലോറി മുതലാളി എന്നതിന് അപ്പുറത്ത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഞങ്ങൾക്കെല്ലാം പ്രചോദനമാകാൻ കാരണം അപ്പോൾ നമ്മൾ മൊബൈലോ ചാർജറോ അല്ലെങ്കിൽ ഇയർഫോണോ എന്ത് നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിലും മൊബൈലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും വാങ്ങുകയാണെങ്കിലും ഒക്കെ നമ്മുടെ മഞ്ചേരി നെസ്റ്റിൽ പോയാൽ മതി കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു കള്ളത്തരം അല്ലാത്ത വിധത്തിലാണ് അവർ തരുന്നത്. എൻ്റെ ഫ്രണ്ട്സുകളും കുടുംബക്കാരൊക്കെ ഞങ്ങൾ വാങ്ങുകയാണെങ്കിലും ഫോൺ പഴയത് കൊടുക്കുക പുതിയത് വാങ്ങിക്കുകയാണെങ്കിലും ഞങ്ങൾ ഈ ഒരു നെസ്റ്റിൽ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ എന്ത് നിങ്ങൾക്ക് ഫോണിൻ്റെ സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയത് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഈ ഒരു കടയിൽ പോയാൽ മതി. നമ്മുടെ മഞ്ചേരി നെസ്റ്റൽ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കുട്ടികളായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു തരാനും എല്ലാം കേട്ടോ. പിന്നെ ഈ മഞ്ഞ ടീഷർട്ട് റാബിൻ്റെ നൗഷുവാണ്, റാബിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഒരുപാട് അവരൊക്കെ ഇരുത്തിയിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു.
ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് സ്ഥലത്തുനിന്ന്. നമുക്കിന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ എൻക്വയറിലാണെന്ന് വന്ന എൻക്വയറി മനാഫ് കെപ്ലത്ത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ദൂര സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയണേ. അതോടൊപ്പം തന്നെ നെക്സ്റ്റലിൻ്റെ ക്ഷണവും അല്ലെങ്കിൽ മഞ്ചേരിക്കാരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മനാഫ്കാർക്ക് ആദ്യം തന്നെ നെക്സ്റ്റലിൻ്റെ പേരിലും മഞ്ചേരിക്കാരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.